ദേശീയപാത 66-ന്റെ വരാപ്പുഴ മുതൽ മൂത്തകുന്നം വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ട ഭീമാകാരമായ കുഴികൾ യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്. അശാസ്ത്രീയമായ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ മഴ പെയ്യുമ്പോൾ തന്നെ നശിച്ചുപോകുന്നത് പതിവായിരിക്കുകയാണ്. ചെറിയപ്പള്ളി മുതൽ ഗണ്ടാകുർണൻ വെളി വരെയുള്ള ഭാഗങ്ങളിൽ ചെളിയും വെള്ളക്കെട്ടും കാരണം ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗണ്ടാകുർണൻ വെളിയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. മുനമ്പം കവലയിൽ നടത്തിയ അറ്റകുറ്റപ്പണികളും നിലവാരമില്ലാത്തതാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സിപിഎം ഏരിയ കമ്മിറ്റി മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ എന്നിവർക്ക് നിവേദനം നൽകി. ഭാരമേറിയ ടോറസ് ലോറികൾ ഇതുവഴി കടന്നുപോകുന്നത് റോഡിന്റെ തകർച്ച വേഗത്തിലാക്കുന്നുണ്ട്. കഴിഞ്ഞ 2025 ഡിസംബറിൽ 12 കോടി രൂപ അനുവദിച്ചിരുന്നെങ്കിലും ടെൻഡർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. ഈ മാസം 15-ന് നടക്കുന്ന അവസാന ടെൻഡർ നടപടികളെങ്കിലും പൂർത്തിയാക്കണമെന്ന് സിപിഎം ഏരിയ സെക്രട്ടറി ടി.വി. നിതിൻ ആവശ്യപ്പെട്ടു. നടപടികൾ വൈകിയാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.